ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വരച്ചിട്ട് ചെടികളൊക്കെ നടാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് അഗ്ലോണിമ നമ്മൾ പല വെറൈറ്റി വറുത്തിട്ടുണ്ട്. അതിനുള്ള വെറൈറ്റി വരച്ചിട്ടുണ്ടായിരുന്നു. അഗ്ലോണിമ ഒരിക്കലും വെള്ളം കൂടുതലായി മണ്ണിൽ നിൽക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ചാൽ ദൂരെ താഴെ ചെറിയൊരു നനവും വേണം. അത് നമ്മൾ നോക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നമ്മൾ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ചകിരിച്ചോറും പെർലൈറ്റ് പിന്നെ അതിന് ആവശ്യത്തിനുള്ള വളങ്ങളെ കൊടുക്കാവുള്ളൂ. അത് കൊള്ളാകരുത്. ചകിരിച്ചോറ് പെർലൈറ്റ് ചെറിയ മുറിച്ചിട്ട് ചകിരിക്കട്ട നല്ല രീതിയിൽ പൊടിഞ്ഞ് നല്ല പൗഡർ പോലത്തെ ചാണകപ്പൊടി അങ്ങനെ പിന്നെ അതിനകത്ത് തന്നെ നമ്മൾ ഉമി വേണം. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ മിക്സ് ചെയ്ത് വെച്ചാൽ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ വെള്ളം ഒരിക്കലും തടഞ്ഞ് നിന്ന് മണ്ണ് ഉറച്ച് കട്ടിയാകരുത്, ഊറി താഴോട്ട് പോകണം. അതാണ് അഗ്ലോണിമയുടെ പ്രത്യേകത. അപ്പോൾ നമ്മളിങ്ങനെ അഗ്ലോണിമ നട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റെഡ് വൈന് ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന അഗ്ലോണിമകൾ എന്ന് പറഞ്ഞാൽ റെഡ് വൈന് പിന്നെ 9 ക്യാരറ്റ് മെർലിൻ എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റികളാണ് എടുത്തിരിക്കുന്നത്. ചില സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ പുതിയ വെറൈറ്റികളില്ല, അത് നമ്മൾ പുറത്തുനിന്ന് വരുത്തിച്ചാണ്. അത് നമ്മളിനി അടുത്ത മണ്ണ് കൂട്ടുവാണ്. അടുത്ത മണ്ണ് കൂട്ടുന്നത് നമ്മളൊരു കുറച്ച് ഫിലാഡൻഡ്രോണും ഒരു വെറൈറ്റി കുറച്ച് ആന്തൂര്യങ്ങളൊക്കെ വരുത്തിച്ചിട്ടുണ്ട്. ആന്തൂര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മുടെ വീട്ടിൽ കാണുന്ന ചെറിയ പൂവുള്ള ആന്തൂര്യങ്ങളല്ല, വലിയ ഇലകൾ വരുന്ന ആന്തൂര്യങ്ങളുണ്ട്. പല രീതിയിലുള്ള ആന്തൂര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ആന്തൂര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എലിഫൻ്റ് ഇയർ എന്ന് പറയുന്ന ആന്തൂര്യമുണ്ട്. അത് അത്യാവശ്യം റേറ്റുള്ള സാധനമാണ്. നമ്മളിപ്പോൾ ആന്തൂര്യങ്ങൾ വരുത്തിച്ച് അതിന് നടാനുള്ള പരിപാടിയിലാണ്. മൊത്തം നമ്മൾ 250ഓളം വെറൈറ്റികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം അടുത്ത വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതാണ്. പുതിയ ചെടികളും വിശേഷങ്ങളുമായി ഞങ്ങൾ വരും. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.